ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുത്ത് ഒമാനും. മസ്കത്തിൽ ആശ്വാസ മഴയെത്തി. കഞ്ചാവുമായി ആഫ്രിക്കൻ സ്വദേശികൾ പിടിയിൽ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഖത്തർ ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുത്ത് ഒമാൻ. ദോഹയിൽ നടന്ന നാഷണൽ മാർച്ചിലാണ് റോയൽ ഗാർഡ് ഓഫ് ഒമാൻ മ്യൂസിക് ടീം പങ്കെടുത്തത്. ദോഹ കോർണിഷിലെ പ്രധാന ആഘോഷ വേദിക്ക് മുന്നിലൂടെ നടന്ന മാർച്ച് പാസ്റ്റിലായിരുന്നു ഒമാൻ സംഘത്തിന്റെ പ്രകടനം. ഈ ചടങ്ങിൽ റോയൽ ഗാർഡ് ഓഫ് ഒമാൻ ബാൻഡ് ഒമാൻ സുൽത്താന്റെ പതാക വഹിച്ചുകൊണ്ട് ഖത്തർ അമീറിന് സൈനിക ആദരം അർപ്പിച്ചു. ഇത് ഒമാനും ഖത്തറും തമ്മിലുള്ള ആഴത്തിലുള്ള സഹോദര ബന്ധത്തിന്റെ പ്രതിഫലിപ്പിക്കുന്നതോടൊപ്പം ഇരു രാഷ്ട്രങ്ങളും പങ്കിടുന്ന സാംസ്കാരിക കലാ സഹകരണത്തിന്റെയും പ്രതീകമായി വിലയിരുത്തുന്നു. ഒമാന്റെ പല ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ തുടരവെ ഒടുവിൽ മസ്കത്ത് ഗവർണറേറ്റിലും ആശ്വാസ മഴയെത്തി. വെള്ളിയാഴ്ച സീബ്, അൽ മുബൈല, അമീറാത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖല എന്നിവിടങ്ങളിൽ മഴ അനുഭവപ്പെട്ടു. മസ്കത്തിൽ വെള്ളിയാഴ്ച പകൽ തണുത്ത കാറ്റ് ലഭിച്ചതോടെ സുഖകരമായ കാലാവസ്ഥയായിരുന്നു. ബുറൈമി, അൽ ഉഗ്ദ ഇബ്രി ദംഗ്റോഡ്, അൽ ഹുഗൈൻ, ഡാഹിറയിലെ വാദി അബ്രി തുടങ്ങിയ മസ്കത്തിന് പുറത്തുള്ള മറ്റു പ്രദേശങ്ങളിലും വെള്ളിയാഴ്ച മഴ അനുഭവപ്പെട്ടു. ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും മസ്കത്തിൽ മഴ എത്തിയിരുന്നില്ല. മുസന്തം ഗവർണറേറ്റിൽ കനത്ത മഴ തുടരുകയാണ്. വാദിയിൽ മിക്കതും കവിഞ്ഞൊഴുകുന്ന സാഹചര്യവുമുണ്ട്. ശക്തമായ മഴ കണക്കിലെടുത്ത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. സീബി വിലായത്തിൽ മയക്കുമരുന്നുമായി 2 ആഫ്രിക്കൻ സ്വദേശികളെ ലഹരി മരുന്ന് വിരുദ്ധ വിഭാഗവും കസ്റ്റംസ് ഡയറക്ടറേറ്റ് ജനറലും ചേർന്ന് അറസ്റ്റ് ചെയ്തു. സംശയാസ്പദമായ ഒരു പാർസൽ ഏറ്റുവാങ്ങുന്നതിനിടെയാണ് ഇവരെ പിടികൂടിയത്. വിൽപ്പനയ്ക്കും ഉപയോഗിക്കുന്നതിനുമായി എത്തിച്ചിരുന്ന കഞ്ചാവാണ് പാർസലിൽ ഉണ്ടായിരുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഒമാന്റെ ഏകീകൃത സർക്കാർ ധനകാര്യ സംവിധാനമായ മാലിയയുടെ ആദ്യഘട്ടം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ഡിജിറ്റൽ പരിവർത്തന യാത്രയിലെ നിർണായക നാഴികക്കല്ലായാണ് മാലിയ പദ്ധതിയെ വിലയിരുത്തുന്നത്. സർക്കാർ ധനകാര്യ നടപടികൾ ആധുനികവൽക്കരിക്കുകയും വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏകീകരണം ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് മാലിയയുടെ പ്രധാന ലക്ഷ്യം. ആദ്യഘട്ടം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ധനകാര്യ മന്ത്രാലയവും ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളും നികുതി അതോറിറ്റിയും റോയൽ ആശുപത്രിയും ഉൾപ്പെടുന്ന പ്രധാന സ്ഥാപനങ്ങളുമായുള്ള പങ്കാളിത്തമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഒമാൻ വിഷൻ 2040 ദേശീയ ഡിജിറ്റൽ ഇക്കോണമി പ്രോഗ്രാമും അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്ത മാലിയ സംവിധാനം ധനകാര്യ പരിഹാരങ്ങളും ഉപയോക്തൃ സൗഹൃദ ഇന്റർഫേസും വഴി മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന് വഴിയൊരുക്കും. പേയ്മെന്റ് നടപടികൾ എളുപ്പമാക്കുകയും വിവിധ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ തത്സമയ ഡാറ്റ ലഭ്യമാക്കുകയും ചെയ്യുന്ന ഈ സംവിധാനം ഭരണപരമായ മുന്നേറ്റത്തിന് വഴിയൊരുക്കും. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.